അണ്ണൻ എനിക്ക് ഇത് പറയുന്നത് കൊഞ്ചം ദുഃഖമാവും എന്ന് പറഞ്ഞാൽ ഇന്ന് കാലിലെ രണ്ടുപേര് ഞങ്ങൾ ഡയറായിട്ട് മുങ്ങിയിട്ടുണ്ട്. അതിൽ എണ്ടേരപ്പടെ അവിടെ ഒരാള് ഡയറായിട്ട് വന്നു. പിന്നെ ഞാൻ രണ്ടുപേര് ഇന്ന് മുങ്ങാനായിട്ട് വന്നു. ഇന്നലെ 3 പോയിന്റ് ഞങ്ങൾ കാണിച്ച് ആ 3 പോയിന്റിൽ നമ്മൾക്ക് ഒന്നും കിടക്കില്ല. അപ്പം ഞങ്ങൾ ഇന്ന് കാലിലെ പിന്നെ 2 ടയർ ഇന്നലെ വയറിരുന്ന് വയറിന് കേട്ടി വലിച്ച് അപ്പൊ ആ വയർ കട്ടായി അതിലെ അടിയിലെ ഒന്നും കിട്ടില്ല. അതേ പിന്നെ ഞങ്ങള് ഡൈയിങ് ആക്കല് രണ്ടിടത്ത് ഞങ്ങള് 4 പോയിന്റിക്ക് വന്ന് ആ പോയിന്റിലെ ഒരു 300 മീറ്റർ പറഞ്ഞ ഒരു വലിയ ഇങ്ങനത്തെ ആളുടെ മറ കിട്ടി. ആളുടെ മറയുടെ കീഴെ ഞങ്ങൾ പാക്ക സമയത്ത് ഫസ്റ്റ് എനിക്ക് ഒന്നും കാണില്ല. ആ മധ്യഭാഗം കിട്ടി. അപ്പ സമയത്തിലാണ് അത് വണ്ടി ആക്കിയിരിക്കുന്നു. മറ്റേ കീഴെ പോകണമെങ്കിൽ ഫുള്ള് ഗെല്ലെല്ലാം ഇരുന്ന്. അപ്പൊ ഞങ്ങൾ അതല്ലെന്ന് പിന്നെ തിരിച്ച് മുന്നോട്ട് പറഞ്ഞ 300-400 മീറ്റർ പറഞ്ഞ ഒരുപാട് തണ്ണി സ്പീഡ് ഇരുന്ന് കറണ്ട് അതിന്റെ. അപ്പൊ ഞങ്ങൾ ആ കറണ്ടിലെ കയർ പിടിക്കാനാണ് കീഴെ ഞങ്ങൾ ഒരു ഹാങ്കർ ആക്കിയിട്ടുണ്ട്. ഹാങ്കറിൽ താഴത്തിലേ പറവത്. ആ സമയത്തിൽ ആ കയർ പിടിച്ചുകൊണ്ട് പറഞ്ഞ കയർ വിട്ട് ആ പിന്നെ മുന്നോട്ട് പോകണമില്ല. ഒരു 100 മീറ്റർ പോകണമായിരുന്നു. ആ സമയത്ത് ആ കടല് ഒത്തിരി കറണ്ട് ഇരുന്ന് കൈവിട്ട് പിന്നെ മേൽ വന്നു. ഏത് സ്പോട്ടിലാണ് ഇപ്പോ ട്രക്ക് ഉണ്ടെന്ന് വിലയിരുത്തുന്നത്? 3-4 പരിശോധിക്കുന്നു. അതിൽ ഏത് സ്പോട്ടിലാണുള്ളത്? ഇപ്പൊ നമ്മള് എല്ലാത്തും ഒരു പോയിന്റ് ആക്കി. ആ 4 പോയിന്റിൽ നമുക്ക് കിടച്ചില്ല. അത് അവിടെ കിടച്ചിട്ട് നമുക്ക് ഈ വീട്ടിന്റെ തകട് ഷീറ്റ്, കമ്പി, ഈ കറണ്ടിന്റെ ഇത് റോഡ് എല്ലാം കിട്ടി അവിടെ. ഇതുവരെ ട്രക്കിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ട്രക്ക് എവിടെ ഉണ്ടെന്ന് കാണാൻ വയ്യ. യാക്കെന്റെ കീഴെ അത്ര കത്തലായിട്ടുണ്ട്. ഇന്നലെ